ഹലോ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്നതിൽ ഒരു 90-95% ആളുകൾ കണ്ടിട്ടില്ലാത്തൊരു വാഹനമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1989 മോഡൽ ആൽവിൻ നിസാനാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗിയറില്ലാത്തൊരു വണ്ടിയാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇത്തരം വണ്ടികളൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓടിക്കാൻ കിട്ടിയാൽ അവസരം പാഴാക്കരുത്. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വളരെ റയർ വണ്ടിയാണ്. ഉഴവൂരുള്ള നമ്മുടെ മാത്യൂസ് എബ്രഹാം എന്നൊരു ചേട്ടൻ്റെ വണ്ടിയാണ്. അദ്ദേഹം നിലവിൽ വിദേശത്താണ്, വാഹനപ്രേമിയാണ്. 1989 മോഡൽ വാഹനമാണ്. അപ്പോൾ 89-90 ആ കാലഘട്ടത്തിലേക്ക് ഈ വാഹനം നിന്നുപോയി. പിന്നെ ഇതിൻ്റെ പുതിയ തലമുറക്കാരാണ് മഹീന്ദ്ര, ക്യാപ് കിങ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ആൽവിനും നിസാനും കൂടെ കൊളാബ് ചെയ്ത് ഇറങ്ങിയ ഒരു വാഹനമാണിത്. ഗിയറിന് പറഞ്ഞ ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ഗിയറാണ്. ഞാൻ ഇങ്ങനെ ഒരു വാഹനം ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ ഇതുണ്ട്, ഹാൻഡ് ഗിയറാണ് ഇതിൻ്റെ ഗിയറുകൾ വന്നിരിക്കുന്നത്. ഇത് ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ഇങ്ങനെ, ഇതാണ് ന്യൂട്രൽ, ഇതാണ് ഇങ്ങോട്ടാണ് ന്യൂട്രൽ. ഇങ്ങനെ ഇത് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് മുന്നോട്ടിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആവും. നേരെ താഴോട്ട് സെക്കൻഡ് ഗിയർ, ഇത് തേർഡ് ഗിയർ, ഇത് ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ, ഇത് 5 ഗിയർ വണ്ടിയാണ്. ഇത് നേരെ താഴോട്ടാണ് റിവേഴ്സ് ഗിയർ. അപ്പോൾ ഓടിച്ച് ഒക്കെ നോക്കി വളരെ രസകരമായിട്ടുള്ള ഇത് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ പുലിക്കുട്ടി വണ്ടിയാണ്. ഇത് എഞ്ചിനൊക്കെയാണെന്ന് പറഞ്ഞാൽ പക്ക, ഇപ്പോഴും നല്ല പക്കയാണ് എഞ്ചിൻ. അതൊക്കെ ഞാൻ ക്ലസ്റ്റർ മീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി. വളരെ നമ്മുടെ ഇപ്പം പുതിയ മോഡൽ വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടെക്നോളജി ഒരുപാട് മുന്നേറിപ്പോയി. അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയ വാഹനങ്ങളുടെയൊക്കെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒറിജിനൽ ചാവിയൊക്കെ പോയതാണ്. അത് രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. ചാവി നമ്മൾ ഓൺ ആക്കിയിട്ട് ഈ ഗ്ലോ എന്നൊരു സംഭവം കാണിക്കുന്നുണ്ടോ. ഇതൊരു ഹീറ്റർ കോയിലാണ്. ഹീറ്റർ കോയിലിൻ്റെ ഒരു ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഇത് ഓഫായി കഴിയുമ്പോഴാണ് ഇത് നമുക്ക് വണ്ടി സ്റ്റാർട്ടാകാൻ പാകത്തിനാകുന്നത്. ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാണിക്കുന്നത് ഹീറ്ററിൻ്റെ ആണ്. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആവും. പിന്നെ കാണിച്ചിരിക്കുന്ന പാർക്ക് ബ്രേക്ക്, ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. പാർക്ക് ബ്രേക്ക് ഇതാണ്. ഇതിൻ്റെ കേബിളൊക്കെ വിട്ട് കിടക്കുവാണ് നിലവിൽ. എന്നാലും ഇതിപ്പോൾ ആ സ്റ്റോക്ക് കണ്ടീഷൻ ഈ സാധനം ഉണ്ട് നമ്മുടെ കാറിൻ്റെ ഒക്കെ പോലെയുള്ള സംഭവമാണ്. കേബിളൊക്കെ വെടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെയാണ് ഇവിടെ പാർക്ക് ബ്രേക്കിൻ്റെ ഒരു സിഗ്നൽ കൊടുത്തിരിക്കുന്നത്. ലൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ പോയിട്ട് സെപ്പറേറ്റ് ഇവിടെ സ്വിച്ച് വെച്ചിരിക്കുകയാണ്. ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ്, നമ്മുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് കുറവാണെങ്കിൽ അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ കുറവാണെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ സാധാരണ വണ്ടിയുടെ ഒക്കെ പോലെ. പിന്നെ ബാറ്ററിയുടെ ഇത് കാണിക്കാൻ വേണ്ടിയുള്ള ഡീസൽ ഫിൽറ്ററിൻ്റെ ഒരു സിഗ്നലാണ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളാണ് ചെയ്തിരിക്കുന്നത്. ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്ലൂയിഡ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ വണ്ടികളുടെയൊക്കെ ആണെങ്കിൽ ക്ലച്ചിൻ്റെ ഫ്ലൂയിഡാണ്. എയർ ബ്രേക്ക് വണ്ടിയൊക്കെയാണ് ക്ലച്ചിൻ്റെ ഫ്ലൂയിഡാണ് ഇവിടെ വരുന്നത്. ക്ലസ്റ്റർ മീറ്ററിലേക്ക് വരുവാണെങ്കിൽ വലിപ്പമുള്ളൊരു സ്പീഡർ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. 140 വരെ ഇതിന് ടോപ്പ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. 60 കിലോമീറ്റർ സ്പീഡൊക്കെ കയറിയ ഒന്നും അറിയാനില്ല ഈ വണ്ടിക്ക്. അത്ര നല്ല കണ്ടീഷനാണ് വണ്ടി. തൊട്ടിപ്പുറത്തായിട്ട് ചെറിയ കാണുന്നതാണ് ഫ്യൂവലിൻ്റെ ഒരു ഗേജ് കൊടുത്തിരിക്കുന്നത്. നേരെ താഴെയായിട്ട് ടെമ്പറേച്ചർ മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ ക്ലസ്റ്റർ ഏരിയയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇത്രയൊക്കെയാണ്. സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വൈപ്പറിൻ്റെ സ്വിച്ചുകളൊക്കെ വന്നിരിക്കുന്നത്. ആ ഒരു ചെറിയ ലിവർ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ രീതിയിലുള്ള വൈപ്പർ സ്വിച്ചുകൾ, ചെറിയ ലിവറുകൾ കേട്ടോ. നമ്മുടെ മറ്റ് വാഹനങ്ങളുടെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിപ്പം ചെറുതാണ്. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കോമ്പിനേഷൻ സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല. പിന്നെ ഇതിൻ്റെ ആക്സിലേറ്റർ ഒക്കെ വന്നിരിക്കുന്ന ആക്സിലേറ്റർ, ബ്രേക്ക് ഫ്ലൂയിഡ് ബ്രേക്കാണ്, എയർ ബ്രേക്ക് അല്ല, ഫ്ലൂയിഡ് ബ്രേക്കാണ്. ടച്ചൊക്കെയാണെങ്കിൽ നല്ല സ്മൂത്താണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് അനക്കി നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഗിയറൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. സ്റ്റാർട്ട് ആകുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലച്ച് പോയിട്ടുണ്ട്. ഗിയർ ന്യൂട്രൽ ആണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷൻ. ഇവിടെ എഴുത്തും സംഗതികളൊന്നും ഇല്ല. ഇതിൻ്റെ സ്റ്റോക്ക് കണ്ടീഷനിൽ വന്ന ഒരു ഗിയർ ലിവറാണെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ രസമുണ്ട് കേട്ടോ. ഇതുണ്ട്, എനിക്ക് ഇങ്ങനെ ഇതുണ്ട്, ഇത് ഇങ്ങനെ. ഞാനിങ്ങനെ ഈ അംബാസിഡറിനും അതുപോലെ പഴയ ഫിയറ്റ് കാർ അങ്ങനെ ഒരു വണ്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഗിയറുകൾ കണ്ടിട്ടുണ്ട്. ആ വണ്ടിയൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതും ഫിയറ്റിൻ്റെ ഒരു ഇങ്ങനെ ഒരു ഹാൻഡ് ഗിയറുള്ള വണ്ടിയിലാണ് ഡ്രൈവിംഗ് പഠിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഈ ട്രക്കുകളൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളത്. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ കൈവശം ഇത്തരത്തിലുള്ള വളരെ റെയറായിട്ടുള്ള ഏതെങ്കിലും വണ്ടികൾ, കാറോ ഇതുപോലെ ട്രക്കുകളോ ചെറിയ വണ്ടികളോ വിൻറ്റേജ് മോഡൽ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ വന്ന് ആ വാഹനത്തിൻ്റെ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വണ്ടികൾ കാണാൻ കിട്ടുന്നത് തന്നെ ഒരു അതിശയകരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചാവി ഓൺ ചെയ്തപ്പോഴത്തേനും ഈ ഗ്ലോ എന്നുള്ളത് ഹീറ്റർ കോയിലിൻ്റെ പഴയ മോഡൽ വണ്ടിയൊക്കെ ആ ഒരു സിലിണ്ടറിനകത്ത് ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഹീറ്റർ പ്ലഗിൻ്റെ ഇഞ്ചക്ടറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഹെഡിൻ്റെ അവിടെ തന്നെ ഒരു കോയിൽ യൂണിറ്റ് ഉണ്ട്. രാവിലേക്കാണെങ്കിൽ വണ്ടി തണുത്തിരിക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിലെ മർദ്ദം സിലിണ്ടറിലെ ചൂടാക്കാൻ വേണ്ടിയാണ് ഒരു ഹീറ്റർ കോയിൽ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. പഴയ മോഡൽ വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടുള്ളവർക്കും കണ്ടുള്ളവർക്കും ഒക്കെ അതറിയാൻ മനസ്സിലാക്കാം. പഴയ അംബാസിഡറിനും ഒക്കെ ഉണ്ട്, മറ്റുള്ളവർ വാഹനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 30 സെക്കൻഡാണ് ഇതിൻ്റെ റിലേ സംവിധാനമൊക്കെ വർക്കാണ്. ചില വണ്ടിക്ക് ഈ റിലേ ഉണ്ട്, ഇപ്പോൾ ഓഫായി കേട്ടോ. ചില വണ്ടിക്ക് ആ റിലേ വർക്ക് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിങ് കണക്ക് കൂട്ടി, ഒരു ഏകദേശം ടൈമിങ് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ അടിക്കണം, സെൽഫ് അടിക്കണം. സ്റ്റാർട്ടാക്കാൻ പോകണേ. തൊടുപുള്ളി സ്റ്റാർട്ടാണ്. സെൽഫ് മോട്ടർ കറങ്ങിയത് പോലും അറിയാനില്ല. ആ ചാവിയെ തൊട്ടത് കിടന്ന് തൊടുപുള്ളി സ്റ്റാർട്ടായിരുന്നു.
അപ്പോൾ ഫസ്റ്റ് ഗിയർ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കാം. വളരെ എളുപ്പമാണ്. ഫസ്റ്റ് ഗിയർ ക്ലച്ച് ഒന്ന് പയ്യെ നമുക്ക് ആളെടുക്കാം. ക്ലച്ചൊക്കെ എന്നാ സിമ്പിളാണ് അറിയാതിൻ്റെ കണ്ടോ, അടിപൊളി. സെക്കൻഡ് ഗിയർ ഓ വളരെ സിമ്പിളാണ് വണ്ടി. നമുക്കിനി റിവേഴ്സ് പോവാം. ഇനി റിവേഴ്സ് വരുന്നത് നേരെ താഴോട്ട് വന്നിട്ട് നേരെ ബാക്കിലേക്ക് ആണ് റിവേഴ്സ്. വയ്യ ക്ലച്ച് ചെയ്ത് കാലെടുക്കുക കണ്ടോ. വളരെ രസകരമാണ് ഇത് ഓടിക്കാൻ. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ ഇരിക്കുമ്പോൾ നല്ല പൊക്കം കേട്ടോ. എനിക്ക് തന്നെ മറ്റേ ഈ മഹേന്ദ്രയുടെ മറ്റേ ക്യാപ് കിങ്ങിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. ക്യാപ് കിങ്ങിൻ്റെ ഷേപ്പല്ല. അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഈ ആൽവിൻ നിസാൻ്റെ ഓണറുടെ കൈവശം കുറേ പഴയ കാറുകളുടെ ശേഖരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. പവർ ഷെയറിംഗ് ഒന്നും അല്ല, അന്നേരം നല്ല ഓടിക്കാൻ നല്ല സുഖമാണ്. സെക്കൻഡ് ഗിയറായി ഓടിക്കാൻ. ഇത് താഴോട്ടൊന്ന് ഇറക്കി നോക്കാം. തേർഡ് ഗിയറായി. ഗിയറൊക്കെ പൊസിഷൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ചിലപ്പം കിട്ടാൻ ചില പാട് വരും. സെക്കൻഡ് നമ്മൾ ഏത് വണ്ടി നിർത്തിയാലും നമുക്ക് ഗിയറിലാണോ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ പയ്യെ ക്ലച്ചിന് കാലെടുത്താൽ മതി. ചിലപ്പോൾ ചില വണ്ടിയൊക്കെ നിർത്തുമ്പോഴത്തേനും ചിലപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ കാണത്തില്ല, പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ക്ലച്ചിന് കാലെടുക്കും, ടക്കൻ്റെ വണ്ടി ഇങ്ങനെ ഇടിച്ച് ജോയിൻ്റ് ഇടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഗിയർ സംശയം ഉണ്ടെങ്കിൽ പയ്യെ ക്ലച്ചിന് കാലെടുക്കണം, പയ്യെ കാലെടുത്താൽ മതി. അപ്പം വണ്ടി ഗിയറിലാണെങ്കിൽ വണ്ടി അനങ്ങുമല്ലോ. പയ്യെ ക്ലച്ചിന് കാലെടുക്കുന്നു, നമുക്ക് ഓഫാക്കുന്നു, വണ്ടി ഗിയറിലിടുന്നു. അപ്പോൾ ഇതിൻ്റെ ക്യാബിനൊന്നും നമുക്ക് മറിക്കത്തില്ല. അപ്പോൾ എൻജിൻ കാണണമെങ്കിൽ ഇതിങ്ങനെ ഇതുണ്ടെങ്കിൽ നമ്മുടെ 407 പോലെ തന്നെയുള്ള സിസ്റ്റമാണ്. SD25 എന്ന മോഡൽ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്. 2488 cc പവറാണ് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2004-2005 കാലഘട്ടത്തിൽ ഇന്ത്യ BS2 ആ BS2 മാനദണ്ഡങ്ങളിലേക്ക് മാറിയപ്പോൾ ഈ എൻജിൻ നിർത്തലാക്കി. 1980കളുടെ മധ്യത്തിൽ ഇന്ത്യയിൽ ജപ്പാൻ പുറത്തിറക്കിയ 4 LCVകളിൽ ഒന്നായിരുന്നു ആൽവിൻ നിസാൻ ക്യാപ്സ്റ്റാർ 576. മറ്റുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ DCM ടൊയോട്ട, ഐഷർ, മിസ്റ്റുബിഷി, സ്വരാജ് മസ്ദ എന്നിവയായിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും മികച്ചത് അന്നത്തെ കാലത്ത് ആൽവിൻ നിസാൻ ക്യാപ്സ്റ്റാർ 576 ആയിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു ഈ ഫ്രണ്ടിൽ 4 ഹെഡ്ലൈറ്റൊക്കെ വെച്ചുള്ള ഒരു മോഡൽ ഒരു വാഹനം ഇറങ്ങിയത്. കൂടാതെ മറ്റേ ക്യാബിനുള്ളിലേക്ക് എയർ പാസിങ് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം കൊണ്ട് ഈ വണ്ടി പെട്ടെന്ന് ഒരു ജനപ്രിയ വാഹനം എന്ന നിലയിലേക്ക് വന്നു. സഹീറാബാദിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് ഇതിന് സ്ഥാപിതമായത്. 1983 ക്യാപ്സ്റ്റാർ എന്ന നിസാൻ LCV നിർമ്മിക്കുന്നതിനായിട്ട് ഈ ആൽവിൻ നിസാൻ കമ്പനി സഹീറാബാദിലൊരു പ്ലാന്റ് സ്ഥാപിച്ചു. മാനേജ്മെൻറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം കമ്പനി കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടു. അതിനാൽ 1988 നമ്മുടെ മഹീന്ദ്ര ഈ കമ്പനി വാങ്ങാൻ കാരണമായി. അങ്ങനെ കമ്പനിയുടെ പേര് മഹീന്ദ്ര നിസാൻ ആൽവിൻ ലിമിറ്റഡ് MNAL എന്ന് മാറ്റപ്പെട്ടു. സഹീറാബാദ് പ്ലാന്റ് പ്രധാനമായിട്ടും 3 വീലർ മുതൽ LCVകൾ, മിനി ബസ്സുകൾ വരെയുള്ള വാണിജ്യ വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത്. നിലവിൽ
മഹീന്ദ്രയുടെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാണ പ്ലാന്റുകളിലൊന്നാണ് ഈ സഹീറാബാദ് പ്ലാന്റ്. പിന്നെ 1990കളുടെ അവസാന കാലഘട്ടത്തോടെ ഈ ആൽവിൻ നിസാൻ എന്ന ഒരു കൂട്ടായ്മയിൽ പിറന്ന ഈ വാഹനത്തിൻ്റെ നിർമ്മാണം പൂർണ്ണമായി നിലയ്ക്കപ്പെട്ടു. മഹീന്ദ്രയിലേക്ക് ഇത് മാറ്റപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ വണ്ടി കണ്ടാൽ തന്നെ പെട്ടെന്ന് നമ്മൾ മഹീന്ദ്രയുടെ ഒരു മോഡലാണെന്ന് പെട്ടെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടും. പക്ഷേ ആൽവിൻ നിസാൻ എന്ന ഒരു അപൂർവ കൂട്ടായ്മയിൽ പിറന്ന ഒരു വാഹനമാണിത്. ഈ വാഹനം പ്രത്യേകിച്ച് ഹാൻഡ് ഗിയർ വാഹനമാണ്. ഇത് വളരെ റെയർ ആണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആരുടെയും കയ്യിൽ ഈ വാഹനം ഉണ്ടെങ്കിൽ, ഈ ഹാൻഡ് ഗിയറുള്ള വാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. ഈ കടുത്ത സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് വാഹനം കമ്പനി നിർത്തിയപ്പോഴാണ് നമ്മുടെ 407 രംഗപ്രവേശം വരുന്നത്. അപ്പോൾ അതങ്ങനെ ഹിറ്റാവുകയും മൈലേജിൻ്റെ കാര്യത്തിലും പിക്കപ്പിൻ്റെ കാര്യത്തിലൊക്കെ 407 പെട്ടെന്ന് ആ ഒരു സമയത്ത് കയറി വന്നു. 58 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് 407 പിറവി. അപ്പോൾ അങ്ങനെ അതങ്ങ് ഹിറ്റായി, ഇതങ്ങ് പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ടയറെന്ന് പറഞ്ഞാൽ 750-16 ടയറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹൗസിംഗ് ആണെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഹൗസിംഗ് ആണ്. അതുകൊണ്ട് മറ്റ് കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് നല്ല ലോഡ് കയറ്റമൊക്കെ ആണ്. നല്ല വെട്ടിയും പോകുമ്പോൾ ഇത് കയറി പോകുന്ന ഹൗസിങ് നല്ല കുറച്ച് വലിപ്പമുണ്ട്. നമ്മുടെ മസ്ദയുടെയൊക്കെ പോലെയുള്ള സാമ്രാട്ടിൻ്റെ ഒക്കെ പോലെയുള്ള വലിപ്പമുള്ള ഹൗസിങ്ങാണ്. അതുകൊണ്ട് കംപ്ലൈൻറ്റുകൾ കുറവുണ്ട്. ഈ ഹാൻഡ് ഗിയർ വരുന്ന വണ്ടി കേരളത്തിലെ ഇത്ര റണ്ണിങ് കണ്ടീഷനായിട്ട് മറ്റൊരു വണ്ടി കാണുമെന്ന് സംശയമാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓണർ വിദേശത്താണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ മാന്യമായ വില കിട്ടുകയാണെങ്കിൽ അത് ഈ വണ്ടി കൊടുക്കാൻ താല്പര്യമുണ്ട്. നമ്പർ താഴെ കൊടുക്കുക. അതുപോലെ തന്നെ ഹെവി ലൈസൻസ് ഉള്ളവർ, റൂട്ട് ബസ്സൊക്കെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്. റൂട്ട് ബസ്, ലോറി അങ്ങനെയുള്ള ഹെവി വാഹനങ്ങളൊക്കെ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. കോൾ വിളിക്കരുത്. വാട്സപ്പിൽ മാക്സിമം വോയിസ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജുകൾ ഇടുക. ഇതുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എടാ മോനെ ഇത് നോട്ടറാക്കി. എടാ മോനെ ഇതിൻ്റെ ഗിയർ ഇതാണ് കേട്ടോ. ഇവിടെ നീ തപ്പിയൊക്കെ കഴിഞ്ഞാൽ ഗിയറില്ല. ഇതാണ് ഇതിൻ്റെ ഗിയർ. ഇത് ന്യൂട്രാണ്. നീ നേരെ മുകളിലോട്ട് പൊക്കിക്കുക. മുകളിലോട്ട് പൊക്കി. നേരെ മുന്നോട്ടിട്ടേ. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഗിയർ. അതുപോലെ തന്നെ നേരെ താഴോട്ട് പിടിച്ചേ. അതാണ് സെക്കൻഡ് ഗിയർ. ഇനി ഇങ്ങോട്ട് തള്ളിക്ക്. ഇനി ഇങ്ങോട്ട് തള്ളിയിട്ട് ചുമ്മാ ഇട്ടാൽ തേർഡ് ഗിയർ. ഇനി ഇങ്ങോട്ട് വലിച്ച് ചുമ്മാ താഴോട്ട് പിടിച്ചാൽ ഫോർത്തായി. നീ പിടിച്ചിട്ട് ഇനി താഴോട്ട് താത്തിക്കൊണ്ട് ഇങ്ങോട്ട അഞ്ചാമത്തെ ഫസ്റ്റ് ഗിയറായി. നേരെ താഴെ ഇച്ചിരി ഇങ്ങനെ മാറ്റിയിട്ട് ഇടുമ്പോൾ അത് റിവേഴ്സ് ഗിയറായി. വളരെ സിമ്പിളാണ് ഓടിക്കാൻ. സ്റ്റാർട്ട് ചെയ്ത് നോട്ടറാക്കിയേ. ഹീറ്റർ പ്ലഗ് ഓണാക്കിയേ. ചാവി ഓണാക്കിയേ. അടിച്ചു ബ്രേക്ക് കുറവാണ്. പമ്പ് ചെയ്ത് പിടിച്ചാൽ ബ്രേക്ക് കിട്ടുള്ളേ കേട്ടോ. ക്ലച്ച് ആദ്യം കൊടുത്താൽ അല്ല ബ്രേക്ക് കിട്ടുന്നില്ല. ഫസ്റ്റ് ചെയ്ത് ക്ലച്ചിൻ്റെ വയ്യ കാലെടുത്തു. പഠിച്ചില്ലേ? പമ്പ് ചെയ്ത് വിടാൻ. അതിന് റിവേഴ്സ് എന്നിട്ടേ നേരെ താഴോട്ട് ആദ്യമായിട്ട് റിവേഴ്സ്. കുറേ വണ്ടി വല്ലതും നോക്കിയാൽ പോട്ടെ. ഓടിക്കാൻ വേണ്ട.